ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് പെറ്റൽസ്. ഇതാ നമ്മുടെ മക്കളുടെ പോക്ക് കണ്ട അറിയാം എന്തൊക്കെയോ വാരിക്കൂട്ടാനാണ് എന്ന്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ട് സപ്പോർട്ട് ചെയ്യുക. വളയൊക്കെ വാങ്ങിക്കണം വേഗം, ഫാസ്റ്റായിട്ട്. എനിക്കറിയില്ലല്ലോ. നൗറോസ് മാമാന് വൈറലാക്കിയല്ലോ നമുക്ക് വീഡിയോ ഇട്ടിട്ട്. അത് നോക്കട്ടെ, അൺബോക്സ് ചെയ്ത് എന്ത് പാണ്ടക്കെട്ട എന്താണ്, ഒരുപാട് ശരിയായിരിക്കും. എന്ത് വാങ്ങിച്ചു? പിയേഴ്സ് അല്ലേ? അതൊക്കെ എവിടെന്നാ വാങ്ങിച്ചത്? ബാഗ് കവർ കണ്ട അറിയാം. എവിടെന്നാണ്? ലുലു എന്നാണ്. എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തത്? ബാഗ് ടു പിങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാസ് എ ഡോങ്കി, mother has a monkey. Shampoo le. Shampoo. This is Golden Brush shampoo, guys. Oh, brand name. Conditioner. ഒരു കണ്ടീഷണറും ഇല്ല, കണ്ടീഷനും ഇല്ലാത്ത ആൾക്ക് പിയേഴ്സിന്റെ കൂടെ കിട്ടിയ ചകിരി, ഫ്രീ ചകിരി അല്ലേ? നിവ്യടത്തിന്റെ, നിവ്യ ചേച്ചിന്റെ ലിബാം. അവനവന്റെ ഉപയോഗിച്ച പോലെ. ആഡ് ഇ പി, മെസ്സിന്റെ ഇ പിയാ? ഇത് നിങ്ങക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലേ? വെറുതെ തന്നവര് 2 പാക്കറ്റ് വാങ്ങിക്കാൻ. അത് നമുക്ക് വേറെ ഒന്നും നിങ്ങളുടെ സ്വന്തമായിട്ടില്ലേ? എല്ലാം ആരാന്റെയാണ് വാങ്ങിച്ചോണ്ട് നിൽക്കുന്നത്. ബാർബിന്റെ ലഞ്ച് എന്താണത്? പിന്നെ നമ്മുടെ മെഗാ ഫിഷിന്റെ ലഞ്ച് ബോക്സ്. ഇതും ബാക്ക് ടു സ്കൂൾ ആണോ? നമ്മൾ പിങ്കിയിൽ, അതായത് നമ്മുടെ ആലത്തൂരന് ഉള്ള നമ്മുടെ സ്വന്തം പിങ്കിയിൽ. ആ ബുക്ക് കവർ ചെയ്യാൻ രണ്ടാൾക്കും 2 കളേഴ്സാണ് നമ്മൾ വാങ്ങിക്കപ്പോഴും. അപ്പോൾ ബുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, രണ്ടാളും മാറിപ്പോവില്ല. അപ്പോൾ ബുക്ക് കവർ ചെയ്യാനുള്ളത് ലിപ് ബാം. ശരി, ഇല്ല. അപ്പോൾ എന്താണ്? വേണ്ട വേണ്ട, അത് നമ്മൾ പിന്നെ കാണാം. ഒന്നിത്തിരി ഇങ്ങോട്ട് നീങ്ങി പോകും. വേറെ ചാലഞ്ച് അല്ല, വേറെ വീഡിയോ ആയിട്ട്. നെയ്വിഷിന് ഉള്ള പെന്ന്, ഡോംസിന്റെ അല്ലേ?
അത് ആല. ഇതെന്റെ മമ്മി വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ, പിന്നെ 24 കളേഴ്സ് ഉള്ള ക്രയോൺസ്, ബുക്കിലൊട്ടിക്കാൻ ഒരു സ്ലിപ്പ് പള്ളി പോയി പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് പെൻസിൽ വാങ്ങണം. വേറെന്ത് സ്പെഷ്യൽ പെൻസിലല്ലേ വാങ്ങിച്ചിട്ടുള്ളത് അപ്സരൻ്റെ? അത് പറ. അത് ഞങ്ങൾ വേറെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യും. അതെ, ശരി, ആയിക്കോട്ടെ. എഴുതണ്ടോ? എഴുതണം, നല്ലൊരു കുമ്മിട്ടുള്ളൂ. എന്തിനു? പഠിക്കാൻ കുമ്മ് ഇതൊന്നും വേണ്ട. ശരി, എന്താ വാങ്ങിച്ചിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കും. എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം പറ. എന്ത്? ഹിമാലയ. അമ്മേ അയ്യേ, നിന്നെ പറ്റി ചോദിച്ചത് ധാരണയുണ്ട് കേട്ടോ അവർക്കൊക്കെ. നീ എന്താ അതൊന്ന് കുളവാക്കല്ലേ? സോറി ഗൈസ്. പിന്നെ നമുക്ക് 4 സ്കെയിൽ, പിന്നെ ടേപ്പ് വാങ്ങിച്ചു, ഏത് ഗമ്മാണ്? ശരി. ആ, കാണിക്ക് വേഗം കാണിക്ക്. സ്കൂളിൽ പോകാൻ ബോക്സ് അല്ലല്ലോ വേണ്ടത്, ഓട്ടോയോ വല്ലതോ അങ്ങനത്തെ അല്ലേ വേണ്ടത്. ഈ വർഷത്തെ മികച്ച കോമഡിക്കുള്ള അവാർഡ് ജസീറ ഫിറോസിന്. താങ്ക് യു. ആ, ബോക്സ് എല്ലാം പിങ്ക് പറ്റും ചിലർക്ക്. ക്ലാസ്മേറ്റിന്റെ പെന്നാണ്, അതാ ഞാൻ പറയണത്. ഒന്നും എനിക്ക് സ്വന്തമായിട്ടില്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്താണ്? സൂചി പിന്നെന്നല്ല പറയുക. സൂചി എന്ന് പറഞ്ഞാലും പിന്നെന്ന് പറഞ്ഞാലും രണ്ടും ഒരേ സാധനത്തിനാണ് പറയുന്നത്. ആ, ഓക്കെ. ഒന്നില്ലെങ്കിൽ പിന്നെ പറയുക, അല്ലെങ്കിൽ സൂചി എന്ന് പറയുക. സൂചി പിന്നെ നമ്മളെപ്പോഴും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പെന്നിൻ്റെ ബോക്സ്. അത് അമ്മക്ക് ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് റഫായിട്ട് യൂസ് ചെയ്യാനുള്ള പെണ്ണ്. ആ, എന്താണ്? എന്താണ് എന്ത്? അത് ആദ്യം പറയാൻ പഠിക്ക്. ഇവിടെ വേറൊരാൾ ബാക്കിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, അതും കറക്റ്റ് ഒന്നും അല്ല. എന്ത് കേൾക്കണ്ടല്ലോ ഫ്രണ്ട്സ്? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. എന്താണ്? കഴിഞ്ഞോ നിങ്ങള്? ആ, ഫെവിക്കോളുണ്ട് ചെറുത്, നമ്മുടെ നൂഡിലിന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ. എന്തിന്? ക്രാഫ്റ്റിനൊക്കെ കൊടുത്തു വിടാൻ പറയും. അപ്പം അതിനാണ് നമ്മൾ ചെറുതായിട്ട് വേറെ വാങ്ങിച്ചത്. ഓക്കെ, അടുത്തത് എന്താണ്? ആ, സ്കൂൾ ഷൂ കേട്ടോ. അപ്പോൾ നമ്മൾ മെയ്വിഷിന് വാങ്ങിച്ചിട്ടില്ല. മെയ്വിഷിന് കഴിഞ്ഞ വർഷം ലാസ്റ്റ് സ്കൂൾ അടയ്ക്കാനായപ്പോൾ പുതിയത് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മൾ നൂഡിലിന് മാത്രം സ്കൂൾ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആണ്. ആ, അതിന് പകരം മെയ്വിഷ് നല്ല ഇതും കൊണ്ട് നന്നായി കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ മെയ്വിഷ് സ്കൂൾ ഷൂ വാങ്ങിക്കാൻ പറ്റാത്തത് തീർത്തത് വേറെ ചെരുപ്പ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളിതുപോലെയാണോ? നിങ്ങളുടെ മക്കളും ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് പറയണം കേട്ടോ. സ്കൂൾ ഷൂ വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ അതിട്ട് പരാതി തീർത്ത് വേറെ ചെരുപ്പ് വാങ്ങിക്കും. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ആ, നമ്മുടെ നൂഡിലിൻ്റെ ബാഗ് എങ്ങനെയുണ്ടെന്ന് പറയൂ. ആരാണ്? സിൻഡ്രല്ല. കണ്ടോ, ഒക്കെ ആരാൻ്റെയാണ് ഇവർ വാങ്ങിച്ചിട്ട് വന്നിട്ട്. കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് മൊത്തം ആരാൻ്റെ. അതെന്താണ്? അതിൻ്റെ കൂടെ നെയിം സ്ലിപ്പും ഒരു കളറിങ് ബുക്കും ഉണ്ട് കേട്ടോ. സ്കൂബിയുടെ എൻ്റെ ബാഗല്ലേ?
സാധനം ഒരു സോഡ. സാധനം വാങ്ങിച്ചതല്ല, അത് നമ്മൾ ബാഗ് വാങ്ങിച്ചപ്പം എവിടെ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ബോൾ കിട്ടി. അപ്പൊ ഞാൻ വന്നത് തുറന്ന് നോക്കിയപ്പോൾ അത് കട്ടിൻ്റെ ആ, അതായത് ക്ഷമയില്ലാണ്ട് ബാഗ് വാങ്ങിച്ചിട്ട് വന്നത് ഒരാൾ കിട്ടിയ ഗിഫ്റ്റിൻ്റെ ബോള് കട്ടിലിൻ്റെ അടിയിൽ പോയി. കട്ടിലിൻ്റെ അടിയിൽ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ബോട്ടിൽ ഇടണം. എന്റെ ബോട്ടിൽ എടുത്തു. എന്താണ് രണ്ട് പെട്ടി? അതിൽ വേറെ ചെരുപ്പ് വാങ്ങിച്ചില്ല, നമ്മൾ വേറെ ചെരുപ്പ് വാങ്ങിയത്. വേറെ രണ്ട് ചെരുപ്പ്. അപ്പോൾ ബാഗും ചെരുപ്പുകളൊക്കെ നമ്മൾ ഒരു ഷോപ്പിൽ നിന്നാണ്, അപ്പോൾ നൂഡിലിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവർ നമ്മൾ ബാഗിൻ്റെ അകത്ത് തന്നെ ഷൂവിൻ്റെ ഉണ്ടായിരുന്നു, ചെരുപ്പിൻ്റെ. അപ്പോൾ എനിക്ക് ഇവരിൻ്റെ ബാക്ക് ടു സ്കൂളിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഇതിൽ ഞാനും ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ചെരുപ്പ് എങ്ങനെയുണ്ടെന്ന് പറയും ഗൈസ്. എനിക്കും എന്തൊക്കെ വേണ്ട, ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണ്ടേ. അപ്പം ഞാൻ ഇവരിൻ്റെ ഗ്യാപ്പിൽ ഞാനൊരു ചെരുപ്പ് എടുത്തു. അത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചു. അപ്പൊ അവള് നേരത്തെ എവള് നെയ്ഷ് നിന്റെ ആരാണ്? ഇത് ബാഗ് പ്ലീസ് തരാൻ പറമ്മ. പറ്റില്ല. ഇത് എന്റെ ബോട്ടിൽ, ഇത് മേശിന്റെ ബോട്ടിൽ. അവൾക്ക് എന്റെ ബോട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റൂല. പക്ഷെ നിന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മേവിഷ് നിന്നെ സോപ്പ് ഇട്ടിട്ട് ആ ബോട്ടിൽ കഴിക്കലാക്കും. നീ ആ സോപ്പിൽ വീഴും. അതാണ് നിന്റെ സ്വഭാവം. എന്താണ്? അപ്പൊ ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ബുക്സും യൂണിഫോമും വാങ്ങിക്കാൻ പോയിട്ടില്ല. അപ്പൊ അതിന്റെ വീഡിയോ വേറൊരു ഇതിലിടുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഒരാളുടെ കാല് കട്ടിലിൽ മുട്ടി. അപ്പോൾ നമ്മുടെ വെക്കേഷൻ കൊടിയിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാർക്കും ബാക്ക് ടു സ്കൂൾ ആശംസകൾ.